ഈ വർഷം പ്രേക്ഷകർക്കിടയിൽ റിലീസിന് മുൻപ് ഏറ്റവും ആകാംക്ഷ പകർന്ന ചിത്രങ്ങളിൽ പ്രധാനമായിരുന്നു കൂലി. പക്ഷേ ആദ്യ ദിനം ആദ്യ ഷോകൾക്ക് ശേഷം പ്രേക്ഷകരുടെ വിധിയെടുത്ത ചിത്രത്തിന് അനുകൂലമായിരുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. വിസില് പറക്കട്ടുമേ, തലൈവർ ഇറങ്ങട്ടുമേ, സരിതം എഴുതട്ടുമേ, കൂലി പവർ ഹൗസ്. ഒരു രജനി സിനിമ കാണാൻ പോകുമ്പോൾ ഈ ഒരു മൂഡിൽ തന്നെയാണ് കൂലിക്ക് ടിക്കറ്റ് എടുക്കുന്ന പതിവ് കാഴ്ച. പക്ഷേ കൂലി ഒരു ലോകേഷ് ചിത്രമാണോ എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ആരാധകർ പറയും അല്ല എന്ന്. കാരണം ലോകേഷ് എന്ന ഫിലിം മേക്കർ തന്നെയാണ്. അതായത് ഇതിലും മികച്ച സിനിമകൾ അദ്ദേഹം മുൻപ് സമ്മാനിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക്. പക്ഷേ ഇത്തവണ അത് ലഭിച്ചില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂലിയുടെ ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയത് യാതൊരു അന്തവും കുന്തവുമില്ലാതെ സഞ്ചരിക്കുന്ന തിരക്കഥയെന്നും അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചവർക്ക് പോലും എന്താണ് സിനിമയിൽ നടക്കുന്നതെന്ന് യാതൊരു ബോധവുമില്ലാത്ത പോലെയാണ് കൂലിയുടെ കഥയുടെ പോക്കെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. സാധാരണ ലോകേഷിന്റെ ചിത്രങ്ങളിലെല്ലാം ഒരു ക്യാരക്ടർ ഇൻട്രോകൾക്കെല്ലാം ഒരു പഞ്ച് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകും. എന്നാൽ കൂലിയിൽ ആ പഞ്ചോ ഫ്രഷ്നെസ്സോ ഇല്ല. അത് മിസ്സായതുപോലെ തോന്നിയെന്ന് സിനിമ കണ്ടവർ പറയുന്നുണ്ട്. രജനീകാന്തിന്റെ ഇൻട്രോ പോലും തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റും നൽകിയില്ലെന്നാണ് വാസ്തവം. ആകെ മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ കൂലിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു പാസ് മാർക്ക് ആണോ എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു പാസമാണ് കൂലി. നൻപൻ പാസം, അപ്പാ പാസം, കൂലിപ്പാസം, അങ്ങനെ ആകെ മൊത്തം ഒരു സീരിയൽ മൂഡാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാൾ സിനിമ എൻഗേജിംഗ് ആയി തോന്നിയത് സെക്കൻഡ് ഹാഫിലാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്നാലും എപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ തന്നെ അമിത ആവേശവും അല്ലെങ്കിൽ പ്രതീക്ഷയും തന്നെയായിരിക്കാം ഇത്തരത്തിൽ പ്രേക്ഷകരെ കൊണ്ട് മറ്റൊരു വിധി എഴുതിച്ചത്. ആദ്യ ഷോയ്ക്കിപ്പുറം ബോക്സ് ഓഫീസിൽ ചിത്രം വീഴുമോ എന്ന ഭയം പ്രേക്ഷകർക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. അത് അണിയറ പ്രവർത്തകർക്കുമുണ്ട്. പക്ഷേ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന് ആശ്വസിക്കാവുന്ന കണക്കുകൾ തന്നെയാണ് ചിത്രത്തിൻ്റെതായി ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. ചിത്രത്തിന്റെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് കണക്കുകളാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് കൂലി. കണക്കുകൾ പ്രകാരം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ ഗ്രോസ് കളക്ഷൻ 337 കോടിക്ക് മുകളിലാണ്. നെറ്റ് കളക്ഷൻ 284 കോടിയും. വിദേശ മാർക്കറ്റുകളിൽ നിന്ന് കൂലി എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 177 കോടിക്ക് മുകളിലാണെന്നും കണക്കുകൾ പറയുന്നു. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഒരു മാസം കൊണ്ട് നേടിയിരിക്കുന്നത് 515 കോടിയാണെന്ന് ചില കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ അതിലും മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയാണ്. 350 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് കൂലി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ബജറ്റിന്റെ 3 ഇരട്ടിയോളം കളക്ഷൻ വന്നാൽ മാത്രമാണ് നിർമ്മാതാവിന് മെച്ചമുണ്ടാകൂ എന്നതാണ് ശരിയായ രീതി. എന്നാൽ സൺ പിക്ചേഴ്സിന് കൂലിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വലിയ നേട്ടം ഉണ്ടാക്കിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ OTT അടക്കമുള്ള റൈറ്റ്സ് വിൽപ്പനയിലൂടെ ചിത്രം വലിയ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. OTT അടക്കമുള്ള റൈറ്റ്സ് വിൽപ്പനയിലൂടെ നിർമ്മാതാക്കൾക്ക് എന്തായാലും വലിയ നഷ്ടം പകർന്ന സംഭവമാകാൻ ഇടയില്ല കൂലി എന്ന ചിത്രം. പ്രമുഖ പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോ ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. എന്തായാലും ഇതുവരെ ലോകേഷ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശം ചിത്രമായാണ് കൂലി എന്ന് ആരാധകർ പറയുന്നു. റിലീസിന് മുന്നേയുള്ള ഹൈപ്പിനൊപ്പം ഉയരാൻ സിനിമയ്ക്കായിട്ടില്ലെന്നും വിമർശനമുണ്ട്. സിനിമയിലെ പല സീനുകളും വിടാതെ ട്രോളർമാർ പിടിച്ചിട്ടുണ്ടെങ്കിലും ഫ്ലാഷ് ബാക്ക് സീനുകൾ പ്രശംസിക്കാനും ഇക്കൂട്ടർ മറന്നിട്ടില്ല. സെപ്റ്റംബർ 11 ചിത്രം OTT-യിലെത്തിയത്. 3 മണിക്കൂറിനടുത്താണ് A സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ദൈർഘ്യം. രജനീകാന്തിന്റെ 171ാം സിനിമയായതുകൊണ്ട് തന്നെ കൂലിക്ക് അത്രമേൽ പ്രതീക്ഷ തന്നെയായിരുന്നു പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നത്. അതായത് ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രം തന്നെയാണ് കൂലി. പക്ഷേ വിമർശനങ്ങൾ സിനിമയ്ക്ക് വില്ലനായി മാറുന്ന കാഴ്ചയും നാം കണ്ടു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.